അപ്പോൾ ആ രീതിയിൽ മുല കൊടുത്താൽ ഒരു തവണയാവും പറഞ്ഞില്ലേ. ഒരു തവണ എടുത്ത് കൊടുത്തിട്ട് ആ മുലയിൽ പാല് കഴിഞ്ഞപ്പോഴോ അല്ലെ വേദന എടുത്തപ്പോൾ തിരിച്ചിങ്ങോട്ട് കൊടുത്താൽ ഒരു തവണയാവും. ഈ രണ്ട്, അതായത് ഒരു തവണയിൽ അധികം 5 തവണ എങ്ങനെയാവണം ശ്രദ്ധിക്കണം. 5 തവണ എങ്ങനെയാവണം എന്നാ, അത് ഒരു തവണ മുല കുടിച്ച് ആ കുഞ്ഞി മുല വായി എടുത്തിട്ട് അത് വയറ് നിറഞ്ഞിട്ടാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ മതിയായിട്ടാവാം, എടുത്തു എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുടിച്ചു. അപ്പോൾ 2ാമത്തെ തവണയും അങ്ങനെ 5 തവണ കുടിക്കണം. 5 മുറുക്കല്ല, 5 തവണ കുടിക്കണം. അത് മുലയിൽ തന്നെ കുടിക്കണം എന്നില്ല. മുലപ്പാല് കറന്നെടുത്ത് എന്നിട്ട് അതുകൊണ്ട് ചായ വെച്ച് കൊടുത്താലും മതി. അങ്ങനെ വെച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ ആ മുലപ്പാല് കുപ്പിയിലാക്കിയിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കുക. ഇത് മനസ്സിലാക്കേണ്ട വിഷയമാണ്, ഇത് പഠിച്ചു വെക്കേണ്ട വിഷയമാണ്. ഇതിപ്പോൾ കൃത്യമായി പഠിച്ചു വെച്ചോളണം. ശ്രദ്ധിച്ചോ, ഇതൊക്കെ ജീവിതത്തിൽ ആവശ്യം വരുന്നതാണ്. ഇപ്പോൾ കൂന്നാക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം വരുന്ന വിഷയങ്ങളാണ്. നമ്മൾ പഠിച്ച കുട്ടികളാകുമ്പോൾ നമ്മളോട് പലരും സംശയം ചോദിക്കും. ചിലപ്പോൾ കുറച്ച് വലുതൊക്കെ ആകുമ്പോൾ, ഇപ്പം ചോദിക്കണമെന്നില്ല, കുറച്ച് വലുതാകുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമുക്ക് പഠിച്ചത് ഇങ്ങനെ ഓർമ്മ വരണം. ഈ പഠിച്ചതൊക്കെ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് ഓർമ്മ വരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു നോക്കണം. അപ്പോൾ ഒരു പെണ്ണെന്തായി, ഈ മുലപ്പാൽ ഒരു കുപ്പിയിലേക്ക്, ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുത്തു. ഒറ്റ പ്രാവശ്യം അങ്ങനെ തന്നെ പിഴിഞ്ഞെടുത്തു. എന്നിട്ട് അത് 5 തവണയായിട്ട് കൊടുത്തു. 5 പ്രാവശ്യമായിട്ട് കുറച്ച് കൊടുത്ത്, കുറേ സമയം കഴിഞ്ഞിട്ട് വൈകുന്നേരം അളിച്ചക്കാർ വേറെ സമയം കൊടുത്ത്, അങ്ങനെ എത്ര തവണയാവും? 5 തവണ കൊടുത്താൽ എന്താവും? ഒറ്റ തവണയാവും. കാരണം കറന്നെടുത്തത് ഒറ്റ തവണയല്ലേ, ഒരു തവണയല്ലേ പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ അല്ലേ? ആ പിഴിഞ്ഞെടുത്തതാ കൂട്ടും. അത് ഫുള്ളായിട്ട് പല പ്രാവശ്യം കുടിച്ചാലും അത് ഒറ്റ തവണയായി കൂട്ടും. ഇനി ഒരാൾ ശ്രദ്ധിക്കണേ, 5 തവണയായി കറന്നെടുത്തു, പിഴിഞ്ഞെടുത്തു. അത് ഒറ്റ തവണ കുടിച്ചാലും 5 തവണയായി മാറും. 5 പ്രാവശ്യമായിട്ട് ഒരിക്കൽ ഇത് പിഴിഞ്ഞെടുത്തു, കഴിഞ്ഞു. എന്നിട്ട് കുറേ കഴിഞ്ഞ് പിന്നെയും പിഴിഞ്ഞെടുത്തു. അങ്ങനെ പിഴിഞ്ഞിട്ട് 5 തവണ പിഴിഞ്ഞെടുത്തു. ആ കുട്ടിക്ക് അത് 5 തവണയോ അല്ലെങ്കിൽ ഒറ്റ തവണ അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ആ കുട്ടി കുടിക്കുകയും ചെയ്തു. എന്നാലും അത് 5 തവണയായി മാറി. ഇതൊക്കെ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. ഇപ്പം അതാണ് മുലകുടി എന്ന് പറഞ്ഞാൽ. അത് എന്തിൽ കലർത്തി കൊടുത്താലും മതി, ഏതെങ്കിലും സാധനത്തിൽ കലക്കി അതിനെ കൂടെ കേക്ക് ഉണ്ടാക്കി കൊടുത്താലും മതി. കുടിക്കണം എന്നില്ല. ഈ മുലപ്പാല് കൊണ്ട് ഒരാൾ കേക്ക് ഉണ്ടാക്കി, ആ കേക്ക് കുഞ്ഞി 2 വയസ്സിന് താഴെയുള്ളൊരു കുഞ്ഞ് തിന്നാൽ മുലകുടി ബന്ധാവും. അത് 5 പ്രാവശ്യം 5 തവണയായിട്ടാണെങ്കിൽ മുലകുടി ബന്ധാവും. അപ്പൊ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 2 വയസ്സ് മനസ്സിലാക്കി വെക്കേണ്ടത്, 2 വയസ്സിന് താഴെയുള്ള കുട്ടി, പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ മുല 5 തവണ കുടിച്ചാൽ, മുലപ്പാല് 5 തവണ കുടിച്ചാൽ ആ കുട്ടിയും ആ ഉമ്മയുമായി ആ പെണ്ണുമായിട്ട് എന്തായി? മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടു. അങ്ങനെ സ്ഥിരപ്പെട്ടാൽ അങ്ങനെ സ്ഥിരപ്പെട്ടാൽ ഈ മുലപ്പാലിന്റെ ഉടമയായ ഉമ്മയില്ലേ, ആ പെണ്ണ് ഈ കുഞ്ഞിന്റെ ആരായി? ഉമ്മയായി മാറി. ഉമ്മ ആവലോടുകൂടി ഈ കുഞ്ഞിന് ഈ ഉമ്മയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ബന്ധുക്കളായി. ശ്രദ്ധിക്കണേ. ഇപ്പൊ നേരത്തെ നമ്മൾ കുടുംബ ബന്ധം കൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞെന്താ? തന്റെയും തന്റെ മാതാപിതാക്കളുടെയും മാതാപിതാക്കൾ എന്ന് പറഞ്ഞില്ലേ അല്ലേ? അപ്പൊ ഈ മുല കുടിച്ച കുഞ്ഞിന്റെ ഉമ്മയാണ് ഈ മുല കൊടുത്ത പെണ്ണ്. റൈഹാനത്തോ ഖൈറുന്നിസയോ ആരോട്ട്, ഒരു ഖൈറുന്നിസ ഒരു കുഞ്ഞിക്ക് മുല കൊടുത്തു. ആ കുഞ്ഞിന്റെ ഒരു അബ്ദുറഹിമാൻ എന്നായിക്കോട്ടെ ആ കുഞ്ഞിന്റെ പേര്. ആ അബ്ദുറഹിമാൻ എന്ന കുഞ്ഞിന്റെ ഉമ്മയായി മാറി ആര്? ഖൈറുന്നിസ. ഈ ഖൈറുന്നിസ എന്തായി? അബ്ദുറഹിമാന്റെ ഉമ്മയായി മാറി. ഈ അബ്ദുറഹിമാന്റെ ഉമ്മാന്റെ ഉമ്മ ഈ ഖൈറുന്നിസാന്റെ ആരായി? ഉമ്മാമയായി. അതൊക്കെ ഇവർക്ക് അനുവദനീയമായി. അതുപോലെ ഖൈറുന്നിസാന്റെ ഉപ്പാപ്പയായി. ഉമ്മാരുപ്പയില്ലേ, ഉപ്പ അങ്ങനെ അങ്ങ് പോകും. ഈ ഖൈറുന്നിസാന്റെ മക്കള്, ഖൈറുന്നിസാക്ക് വേറെ മക്കളുണ്ട്. ഇത് വേറെ ആരതോ കുഞ്ഞാണ് ഈ അബ്ദുറഹിമാൻ, വേറെ ഒരു സൈബുന്നിസാര കുഞ്ഞാണ്. ആ സൈബുന്നിസാര കുഞ്ഞായ അബ്ദുറഹിമാൻ ഖൈറുന്നിസാന്റെ പാലാണ് കുടിച്ചത്. അപ്പൊ ഈ അബ്ദുറഹിമാന് 2 ഉമ്മയായി അല്ലേ? ഒന്ന് സാധാരണ ഉമ്മ സൈബുന്നിസിയും, മറ്റേ ഉമ്മ ഖൈറുന്നിസി, മുല കൊടുത്ത ഉമ്മ ഖൈറുന്നിസി. ഈ സൈബുന്നിസാന്റെ ഒരു ആൺകുട്ടിയുണ്ട്. ആ ആൺകുട്ടിക്ക് ഈ സൈബുന്നിസാന്റെ മോള് ആങ്ങളല്ലേ, അവരാങ്ങളമങ്ങന്മാരല്ലേ,
ഉമ്മാന്റെ മക്കളെല്ലാവരും ആങ്ങളെയും മങ്ങളോ. അതേപോലെ മുല കൊടുത്ത ഈ ഖൈറുൻ നിസാന്റെ ആമക്കൾ ഉണ്ടെങ്കിൽ ഈ ആമക്കളൊക്കെ ഈ കുഞ്ഞിന്റെ ഈ പിന്നെ പെമ്മക്കൾ ഉണ്ടെങ്കിൽ ഈ പെമ്മക്കളൊക്കെ ഈ അബ്ദുറഹിമാന്റെ ആരാണ്? പെങ്ങന്മാരാണ്. പറയാ ഈ അബ്ദുറഹിമാൻ എന്ന കുഞ്ഞിന്റെ പെങ്ങന്മാരാണ് ഈ ഖൈറുൻ നിസാന്റെ എല്ലാ പെമ്മക്കളും. ഈ ഖൈറുൻ നിസാന്റെ ആമക്കളൊക്കെ ഈ അബ്ദുറഹിമാന്റെ ജ്യേഷ്ഠനോ അനുജനോ ആവാം. അവരൊക്കെ അങ്ങനെ ബന്ധായി. മനസ്സിലായില്ലേ? എന്നാൽ ഈ അബ്ദുറഹിമാന്റെ ഉമ്മ സൈബുന്നിസില്ലേ, ഈ സൈബുന്നിസാക്ക് വേറെയും മക്കളുണ്ട്. ഈ അബ്ദുറഹിമാന്റെ ഉമ്മ സൈബുന്നിസാക്ക് വേറെയും മക്കളുണ്ട്. ആ മക്കളൊന്നും ഈ ഖൈറുൻ നിസായിട്ട് ഒരു ബന്ധമില്ല. മനസ്സിലാവണ്ട? ഈ അബ്ദുറഹിമാന്റെ ജ്യേഷ്ഠനുണ്ട്, അബ്ദുറഹിമാന് വേറൊരു ജ്യേഷ്ഠനുണ്ട്. ഈ ജ്യേഷ്ഠൻ ഈ സൈബുൻ നിസാരെ അല്ല ഖൈറുൻ നിസാരെ പാല് കുടിച്ചിട്ടില്ല. ഈ സൈബുൻ നിസാന്റെ കുറേ മക്കളെ 10 മക്കളെ കൂട്ടത്തുനിന്ന് ഈ അബ്ദുറഹിമാൻ എന്ന ഒരു മോൻ മാത്രമേ ഈ ഖൈറുൻ നിസാന്റെ പാല് കുടിച്ചിട്ടുള്ളൂ. ഈ ഖൈറുൻ നിസയുമായിട്ടുള്ള ബന്ധം ആർക്ക് മാത്രമേ ഉണ്ടാവൂ? അബ്ദുറഹിമാന് മാത്രം. ഈ സൈബുൻ നിസാനെ വേണമെങ്കിൽ അബ്ദുറഹിമാന്റെ ഏട്ടന് മംഗലം കഴിക്കാം. അല്ല, ഖൈറുൻ നിസാന, ഈ ഖൈറുൻ നിസാനെ വേണമെങ്കിൽ ഈ അബ്ദുറഹിമാനെ മുല കൊടുത്ത ഉമ്മയില്ലേ ഖൈറുൻ നിസ, ഈ ഖൈറുൻ നിസാനെ വേണമെങ്കിൽ ഈ അബ്ദുറഹിമാന്റെ ഏട്ടനുണ്ടല്ല, അല്ല അബ്ദുറഹിമാന്റെ ഏട്ടൻ സൈബുൻ നിസാരെ മേറമോൻ, ആ മോനിക്ക് ഈ ഖൈറുൻ നിസാനെ കല്യാണം കഴിക്കാം. തന്റെ അനിയന്റെ മുല കൊടുത്ത ഉമ്മാനെ വേണമെങ്കിൽ കല്യാണം കഴിക്കാന്നർത്ഥം. അത് ഈ അബ്ദുറഹിമാനും മാത്രമായിട്ടേ ബന്ധം ഉണ്ടാവും. അബ്ദുറഹിമാന്റെ മറ്റ് ഏട്ടനോ അനിയനോ പെങ്ങളോ ആയിട്ടൊന്നും ഈ ഉമ്മ ഈ ഖൈറുൻ നിസ ബന്ധം ഉണ്ടാവില്ല. ഖൈറുൻ നിസാന്റെ മക്കളുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. അവരെല്ലാം അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും തന്നെയാണ്. പക്ഷെ ഈ അബ്ദുറഹിമാൻ എന്ന ഈ പാല് കുടിച്ച മോൻ മാത്രം ഈ ഇപ്പുറത്തേക്ക് വരും. മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ ഇളയപ്പ, അവരുടെ കാർണോറ്, അവരുടെ എല്ലാം അത് തന്നെ ഇവനിക്കോ തന്നെ. ഈ അബ്ദുറഹിമാന് ഈ ഖൈറുൻ നിസ എന്ന മുല കൊടുത്ത ഉമ്മാന്റെ ആങ്ങള അബ്ദുറഹിമാന്റെ ആരാണ്? കാർണോറാണ്. ഈ ഉമ്മാന്റെ ആങ്ങള കാർണോറിലെ വരുവാ. ഉമ്മാന്റെ ആങ്ങൾക്ക് കാർണോറിൽ നമ്മൾ പറയാം കാർണോറാണ്. ഈ ഖൈറുൻ നിസ എന്ന അബ്ദുറഹിമാൻ മുല കൊടുത്ത ഉമ്മാന്റെ ജ്യേഷ്ഠത്തി ഈ അബ്ദുറഹിമാൻ ആരാണ്? മൂത്തമ്മയാണ്, ഇളയമ്മയാണ്. എന്നാൽ അബ്ദുറഹിമാന്റെ ഏട്ടനായിട്ടോ അനിയനായിട്ടോ അബ്ദുറഹിമാന്റെ ഉപ്പയായിട്ടോ ഒന്നും ഇവിടെ ഒരു ബന്ധമില്ല. ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഈ മുല കുടിച്ച ഈ കുട്ടിക്ക് മാത്രം ബന്ധപ്പെട്ടതാണ്. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഇൻഷാ അള്ളാഹ് ഒന്നുകൂടി നല്ലോണം ശ്രദ്ധിച്ചോ. അപ്പോൾ ഞാൻ ഇതിലെന്താ പറഞ്ഞ, ചുരുങ്ങിയ പക്ഷം 5 തവണയെങ്കിലും കുട്ടി മുല കുടിക്കണം. സാധാരണ പതിവിൽ ഒന്നിലധികം തവണകളായി ഗണിക്കപ്പെടുന്ന വിധത്തിൽ 5 തവണയായാൽ മതിയാകുന്നതാണ്. ഇത്തരത്തിൽ 5 തവണ പൂർത്തിയായി മുല കുടിച്ചിട്ടില്ലെങ്കിൽ മുലകുടി ബന്ധം സ്ഥാപിതമാവുകയില്ല. ഒന്ന് കാര്യം പറഞ്ഞത്. മുല കുടിക്കുന്ന കുട്ടി സ്വയം മുല വിട്ട് പിന്നെയും മുലകുടിയിൽ പ്രവേശിച്ചാൽ അത് ഒന്നിലധികം തവണയായി വകവയ്ക്കപ്പെടുന്നതാണ്. അതുപോലെ മുല കൊടുക്കുന്ന സ്ത്രീ കുട്ടിയെ വേർപെടുത്തി പിന്നീട് മുല കൊടുക്കാൻ തിരിഞ്ഞാൽ അതും ഒന്നിലധികം തവണകളായി കണക്കാക്കപ്പെടുന്നതാണ്. മുല കൊടുക്കുന്നതിൽ നിന്ന് വിരമിക്കാതെ കളിച്ചുകൊണ്ട് കുട്ടി കുടി നിർത്തി വീണ്ടും പ്രവേശിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീയുടെ നേരിയ വല്ല ജോലിക്കും വേണ്ടി നിർത്തിവെച്ച് ഉടൻ തന്നെ മുല കൊടുക്കാൻ തിരിയുകയോ അതുമല്ലെങ്കിൽ കുട്ടി തന്നെ മുലയൊന്ന് മാറ്റി കുടിക്കുകയോ ചെയ്താൽ അതുകൊണ്ടൊന്നും ഒന്നിലധികമായി ഗണിക്കപ്പെടില്ല. അതുപോലെ മുല വായിൽ വെച്ചുകൊണ്ട് കുട്ടി ഉറങ്ങിയാലും ഒന്നിലധികം തവണയാവുകയില്ല. മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി എന്തായി? മുല വായിൽ വെച്ച് ഇങ്ങനെ ഉറങ്ങി, പിന്നെ ഉറക്കം ഞെട്ടി പിന്നെയും കുടിച്ച്, അതിൽ ഒറ്റ തവണയായോ. ഉണർന്ന ശേഷം കുടിക്കുന്നതും ഓരോ തവണയും കുട്ടിയുടെ വയർ നിറയണമെന്നില്ല. കുറഞ്ഞ പാൽ അതിന്റെ വയറ്റിൽ ഓരോ തവണയിലും ചെന്ന് ചേരണമെന്ന് മാത്രം. കുട്ടി മുലപ്പാൽ കഴിക്കുന്നത് മുല വായിലിട്ട് മുത്തി കുടിക്കുക തന്നെ ആവണമെന്നില്ല. അവൾ മുല പിഴിഞ്ഞു പാൽ കൊടുത്താലും മതി. ട്യൂബ് വഴിയായി വായിലൂടെയോ മൂക്കിലൂടെയോ പാൽ ഉള്ളിലെത്തിയാലും ബന്ധം സ്ഥാപിക്കുന്നതാണ്. വായിട്ട് കൂടെ പോകണമെന്നില്ല, മൂക്കിന്റെ കൂടെ പോയാലും മതി. പിഴിഞ്ഞ പാൽ അല്പമെങ്കിലും കുട്ടിയുടെ വയറ്റിലെത്തിയിട്ടുണ്ടെന്ന് അറിയണം. അതിനാൽ മറ്റു വസ്തുക്കൾ ചേർത്ത് മുലപ്പാൽ കൊടുക്കുമ്പോൾ പാലിന്റെ വാസനയോ വർണ്ണമോ രുചിയോ മുന്നിട്ട് നിൽക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒരു ഇറക്ക് കുടിച്ചാലും മുല കഴിച്ചതായി കണക്കാക്കാം. പാലിന്റെ ഗുണം മുന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ആ കലർത്തിയത് മുഴുവൻ കുടിച്ചാലല്ലാതെ പിഴിഞ്ഞ പാൽ കുടിച്ചതായി കണക്കാക്കപ്പെടാവതല്ല. ഒരിക്കൽ പിഴിഞ്ഞു 5 ഇറക്കായി കൊടുക്കുകയോ 5 തവണ പിഴിഞ്ഞ് ഒരിക്കൽ കൊടുക്കുകയോ ചെയ്താൽ 1 തവണയായി മാത്രമേ വകവെക്കുകയുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ആ മുലകുടി ബന്ധത്തിൽ പറഞ്ഞത്. അപ്പോൾ മുലകുടി ബന്ധം കൊണ്ട്
പിന്നെ ബന്ധം സ്ഥിരപ്പെടുന്നത് ആ കുട്ടിയുമായി ബന്ധം മാത്രം, ആ കുട്ടിയുമായി മുല കുടിച്ച കുട്ടിയുമായി മാത്രമേ ബന്ധം ഉണ്ടാവൂ. ആ കുട്ടിയുടെ മറ്റ് ജ്യേഷ്ഠനോ അനുജനോ പെങ്ങളോ ആയിട്ടൊന്നും ഈ മുല കൊടുത്ത ഉമ്മാക്കോ ആ ഉമ്മയുടെ കുടുംബത്തിനോ ഒരു ബന്ധവും ഉണ്ടാകുന്നതും അല്ല. ഒന്ന് ശ്രദ്ധിച്ചോ, മുലകുടി ബന്ധത്തിന് 2 വയസ്സിന് മുൻപ് ചുരുങ്ങിയത് 5 തവണയെങ്കിലും കുടിച്ചാലേ മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ. മുലയൂട്ടിയ സ്ത്രീ പിന്നെ കുടുംബ ബന്ധത്തിലൂടെയോ മുലകുടി ബന്ധത്തിലൂടെയോ ഉള്ള ആ സ്ത്രീയുടെ മാതാപിതാക്കൾ. ശ്രദ്ധിക്കണേ, ഈ അബ്ദുറഹിമാന് മുല കൊടുത്ത ഉമ്മാരെ പേരെന്ന ഖൈറുന്നിസ. ഈ ഖൈറുന്നിസാക്ക് ഒരു ഉമ്മയുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ ഉമ്മ ഈ അബ്ദുറഹിമാന്റെ ആരാണ്? ഉമ്മയാണ്. എന്നാൽ ഈ ഖൈറുന്നിസാക്ക് മുല കൊടുത്തൊരു ഉമ്മയുണ്ട്. അബ്ദുറഹിമാൻ അല്ല, ഖൈറുന്നിസാക്ക് മുല കൊടുത്ത് വേറൊരു ഉമ്മയുണ്ട്. വേറൊരു ഉമ്മയുണ്ട് വിചാരിച്ചോ. ആ ഉമ്മയും ആരുടെ ഉമ്മയാവും? ഈ അബ്ദുറഹിമാന്റെ ഉമ്മയാവും മുലകുടി ബന്ധത്തിലൂടെ ഉമ്മ. ഈ ഖൈറുന്നിസാക്ക് മുലകുടി ബന്ധത്തിലൂടെയുള്ള ബന്ധങ്ങളും എവിടെ ബന്ധാവും? ഈ അബ്ദുറഹിമാന് ബന്ധാവും എന്നർത്ഥം. മനസ്സിലായ വിഷയം? തിരിയാത്തതുണ്ടെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ ഇത്താനോട് ചോദിക്കട്ടാ, ഇത്ത നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും, ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. മനസ്സിലാവാത്ത വിഷയങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ഇത്താനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഒഴിവ് സമയത്ത് ഇത്ത എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞുതരും നിങ്ങൾക്ക് കേട്ടാ. അത് ക്ലിയർ ആക്കണം. മനസ്സിലാവാത്ത വിഷയം മനസ്സിലാവാണ്ട് മനസ്സിലിട്ട് വെക്കരുത്. അത് ക്ലിയറായി ചോദിച്ച് മനസ്സിലാക്കണം. നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിച്ചു. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചർച്ചകളൊക്കെ വന്നേക്കാം, അങ്ങനെയൊക്കെ സംസാരം ഉണ്ടാവും, നമുക്കൊക്കെ നമ്മുടെ അനുഭവത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ പിന്നെ കുടുംബ ബന്ധത്തിലൂടെയോ മുലകുടി ബന്ധത്തിലൂടെയോ ഉള്ള മാതാപിതാക്കൾക്ക് മുല കൊടുത്തവർ, മുലയൂട്ടിയ സ്ത്രീയുടെയും അവരുടെ ഭർത്താവിൻ്റെയും മക്കൾ, ഭർത്താവിൻ്റെ മക്കൾ, മനസ്സിലായ? ഈ മുല കൊടുത്ത ഖൈറുന്നിസ ഇല്ലേ, ഈ ഖൈറുന്നിസാരെ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ചിന്. അക്കല്യാണം കഴിച്ചതിൽ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ചിന്. അക്കല്യാണം കഴിച്ചതിൽ വേറൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയും ഈ അബ്ദുറഹിമാന്റെ ആരാകും? പെങ്ങളാകും. നമ്മളെ ഉപ്പ വേറൊരു കല്യാണം കഴിച്ചിട്ട് അതിലൊരു കുട്ടിയുണ്ടെങ്കിൽ നമ്മുടെ ഏട്ടനോ അനിയനോ ആങ്ങളെയോ പെങ്ങളോ ആവൂലേ? എന്നതുപോലെ തന്നെ ആ ബന്ധമൊക്കെ അങ്ങനെയാവും. മക്കൾ കുടുംബ ബന്ധത്തിലൂടെയോ ആരൊക്കെ സ്വന്തക്കാരാകുമോ അവരൊക്കെ മുലകുടി ബന്ധത്തിലൂടെയും സ്വന്തക്കാരാകും. അതായത് സ്വന്തം പെങ്ങളുടെ മകളെ വിവാഹം ചെയ്യൽ ഹറാമാകുന്നത് പോലെ മുലയൂട്ടിയ സ്ത്രീയുടെ മകളുടെ മകളെയും അയാൾക്ക് ഹറാമാകും. തൊടുകയും കാണുകയും ചെയ്യാം. പക്ഷേ മുലകുടി ബന്ധം മുല കുടിച്ച ആളെ മാത്രം ബാധിക്കുന്ന ബന്ധമാണ്. ഒരാളുടെ സഹോദരീ സഹോദരന്മാർക്ക് മുലയൂട്ടിയ സ്ത്രീയെ അയാൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. അതുപോലെ സ്വന്തം മക്കളെ മുലയൂട്ടിയ സ്ത്രീയെ അയാൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ മകള് ഷിഫാനക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഷിഫാനയെ മാത്രം ബാധിക്കുന്ന ബന്ധമാണ്, എന്നെ ബാധിക്കുന്നതല്ല. ആ പെണ്ണ് ഷിഫാനയുടെ ഉമ്മയാണ്. എന്നാൽ ആ ഷിഫാനയുടെ ഉമ്മനെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? കല്യാണം കഴിക്കാവുന്നതാണ്. മനസ്സിലായി? എൻ്റെ വേറൊരു മോനുണ്ട്, ആ മോനിക്കും വേണം കല്യാണം കഴിക്കാവുന്നതാണ്. അവർക്കൊന്നും ഒരു ബന്ധമില്ല. അത് ഷിഫാന എന്ന ഒറ്റ ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ബന്ധമാണ്. അവളുടെ ആങ്ങളക്കോ അവളുടെ പെങ്ങൾക്കോ അനിയത്തിക്കോ ഏട്ടത്തിക്കോ ഒന്നും ആ ബന്ധം ഉണ്ടാവില്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? ഇൻഷാ അള്ളാഹ് ബാക്കി അടുത്ത ഭാഗം പിന്നെ നമുക്ക് എടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാഫിയായ ഇൽമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകട്ടെ.